മാലങ്കര സഭാ തർക്കത്തിൽ യാക്കോബായ വിഭാഗം സർക്കാർ ഏറ്റെടുത്ത 52 പള്ളികൾക്ക് മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നും അതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നും യാക്കോബായ സഭാ നേതൃത്വം വ്യക്തമാക്കി. സഭാ തർക്കത്തിൽ യാക്കോബായ വിഭാഗം പ്രത്യക്ഷ സമരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. പള്ളി ഏറ്റെടുക്കുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്ന ആവശ്യം യാക്കോബായ സഭ ആവർത്തിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഗുണപരമായ ശ്രമം ഉണ്ടായില്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ സമീപിക്കുമെന്നും സഭ മെത്രോപൊളിറ്റൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയസ് പറഞ്ഞു. കേരള ഗവൺമെന്റ് അങ്ങനെ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. അതുമല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന് ഈ വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതായ അന്വേഷണവും ഞങ്ങൾക്ക് നടത്തേണ്ടതായിട്ടുണ്ട്. എന്തു തന്നെ ആയാലും ഇത് നീതിരഹിതമാണ്, ഇത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. നിയമവശത്തൂടെയുള്ള കാര്യങ്ങളും എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുമോ എന്നുള്ള അന്വേഷണവും ഞങ്ങൾ നടത്തിക്കൊണ്ടാണ്ടിരിക്കും. ഒരിക്കലും നീതി നിഷേധമല്ല, ഒരിക്കലും ആരോടുമുള്ള വെല്ലുവിളിയുമല്ല. ഇത് മറുവിഭാഗം ബോധ്യപ്പെടട്ടെ, അതിനവർക്ക് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർക്കാർ ഏറ്റെടുത്ത 52 പള്ളികൾക്ക് മുൻപിൽ യാക്കോബായ വിശ്വാസികൾ ഇന്ന് റിലേ സത്യാഗ്രഹം ആരംഭിച്ചു. സഭാ തർക്കത്തിൽ ഓർത്തഡോക്സ് വിഭാഗവുമായി ഇനി ചർച്ചയ്ക്കില്ലെന്ന് യാക്കോബായ സഭ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. പള്ളികൾ ഏറ്റെടുക്കുന്നത് നീതി നിഷേധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് യാക്കോബായ സഭ സമരപരിപാടികൾ ശക്തമാക്കാൻ തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്നു വന്നിരുന്ന ചർച്ചകളിൽ നിന്ന് ഓർത്തഡോക്സ് വിഭാഗം പിന്മാറിയതിന് പിന്നാലെയാണ് യാക്കോബായ സഭ നിലപാട് ഘടിപ്പിച്ചത്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ഓർത്തഡോക്സ് സഭ പള്ളി ഏറ്റെടുക്കുകയാണെന്നാണ് യാക്കോബായ സഭയുടെ ആരോപണം. പള്ളികൾക്ക് മുന്നിലെ സമരത്തോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റ് പടിക്കലും ജില്ലാ കളക്ടറേറ്റുകൾക്ക് മുന്നിലും സമരം നടത്താൻ സഭാ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ജനം, കൊച്ചി.